ഒരു വസ്തുവിന്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നതോ എന്താണ്? അതാണ് ബലം. ഒരു വസ്തുവിന്റെ ആകൃതി, വലിപ്പം, വ്യാപ്തം അല്ലെങ്കിൽ അതിന്റെ നിശ്ചലാവസ്ഥ, ചലനാവസ്ഥ ഇവയ്ക്ക് മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നതാണ് ബലം. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണ നിയമം എന്നിവ ആവിഷ്കരിച്ച ഐസക് ന്യൂട്ടനാണ്. ഐസക് ന്യൂട്ടന്റെ പ്രധാന കൃതിയാണ് ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നത് പേശീബലമാണ്. കാന്തം പ്രയോഗിക്കുന്ന ബലം കാന്തിക ബലമാണ്. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നതിനുള്ള ബലമാണ് സ്ഥിരവൈദ്യുത ബലം. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം ഗുരുത്വാകർഷണ ബലം. പ്രപഞ്ചത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ബലമാണ് ഗുരുത്വാകർഷണ ബലം. യാന്ത്രിക ബലം എന്താണ്? ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബലമാണ് യാന്ത്രിക ബലം. വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി അനുഭവപ്പെടുന്ന ബലമാണ് ഘർഷണബലം. ഘർഷണബലം എന്താണ്? ഒരു പ്രതലത്തിലൂടെ ഒരു വസ്തു ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അതിനെ എതിർക്കുന്ന തരത്തിൽ അവയുടെ പ്രതലത്തിന് സമാന്തരമായിട്ട് വേറൊരു ബലം ഉണ്ടാവുന്നതാണ് ഘർഷണ ബലം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഘർഷണബലം. ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് ഉരുളൽ ഘർഷണബലം. ഒരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടുമ്പോൾ ഉണ്ടാവുന്ന ബലമാണ് ഘർഷണബലം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് നിരങ്ങൽ ഘർഷണബലം. ഉരുളൽ ഘർഷണബലം നിരങ്ങൽ ഘർഷണബലത്തേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഉരുളൽ ഘർഷണം കുറവായിരിക്കും. ഉരുളൽ ഘർഷണത്തില് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ബലം പ്രയോഗിച്ച് ആ സാധനം നീക്കാൻ സാധിക്കും. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുന്നത് അറിയപ്പെടുന്നത് ധാരാരഹിതമാക്കൽ അല്ലെങ്കിൽ സ്ട്രീം ലൈൻ. അപ്പം നമ്മൾ ഘർഷണം കുറച്ച് വസ്തുക്കളുടെ ചലനം സുഗമമാക്കുന്നതിന് നമ്മൾ പറയുന്നതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ആകൃതി രൂപപ്പെടുത്തുന്നതിന് നമ്മൾ പറയുന്നതാണ് ധാരാരഹിതമാക്കൽ. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്നേഹങ്ങൾ അഥവാ ലൂബ്രിക്കേഷൻസ്. ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹമാണ് ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹമാണ് ഗ്രാഫൈറ്റ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. m കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ബലം F=mg. m കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ ഭാരം F=mg. അതിൽ mg എന്ന് പറയുന്നത് 9.8 m/s² ആണ്. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് വ്യാപകമർദ്ദം. യൂണിറ്റ് ബലം